ഓം ശാന്തി. ബാബ്ദാദ പല വർഷങ്ങളായിട്ട് പല മുരളികളിലായിട്ട് സദാ കമ്പൈൻഡ് രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ടുള്ള അവ്യക്ത മഹാവാക്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സദാ കമ്പൈൻഡ് രൂപത്തിലിരിക്കൂ, ബാബയുമായി സദാ ചേർന്നിരിക്കാൻ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ബാബ ഇന്ന് പറയുന്നത്. സദാ യഹി സ്മൃതി രഹേ कि मैं रूह उस സുപ്രീം रूह के साथ കമ്പൈൻഡ് हूँ. ബാബ പറയാണ്, സദാ ഈ ഓർമ്മയിലിരിക്കൂ, അതായത് ഞാൻ ആ സുപ്രീമുമായിട്ടുള്ള ആത്മാവിനോടൊപ്പം ബാബയോടൊപ്പം കമ്പൈൻഡ് ആയിട്ടിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്, കൂടെ ഇരിക്കുകയാണ്. സുപ്രീം റൂഹ് മുझ റൂഹ് കെ ബിനാ രഹി നഹി സക്തേ. പരമാത്മാവായ ബാബയ്ക്ക് ആത്മാവായ ഞാനില്ലാതെ ഇരിക്കാൻ സാധിക്കില്ല. और मैं भी सुप्रीम रूह के बिना अलग नहीं हो सकता है. എനിക്കും സുപ്രീം ആയിട്ടുള്ള ബാബയില്ലാതെ, പരമാത്മാവില്ലാതെ എനിക്കും ഇരിക്കാൻ കഴിയില്ല. പരമാത്മാവിൽ നിന്നും എന്നെ ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല. ആത്മാവും പരമാത്മാവും തമ്മിൽ അത്രയും ആഴമേറിയ ബന്ധമാണ് ഉള്ളത്. ऐसे हर सेकंड हजूर को हाजिर अनुभव करने से रूहानी खुशबू में अविनाशी और एक रस रहेंगे. ബാബയ്ക്ക് ആത്മാവില്ലാതെ ഇരിക്കാൻ സാധിക്കില്ല, അതേപോലെ തന്നെ ആത്മാവാകുന്ന എനിക്കും പരമാത്മാവില്ലാതിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ബാബയെ കൂടെ വെച്ച് അതിൻ്റെ അനുഭവം ചെയ്യുന്നതിലൂടെ, സദാ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള അനുഭവം ചെയ്യുന്നതിലൂടെ ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവും ഉണ്ടായിരിക്കും. ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവുമായി ഇരിക്കും. മുझ रूह का करावनहार वो सुप्रीम रूह है. ആത്മാവായ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവാണ്. करावनहार है, करावनहार के आधार पर मैं निमित्त करने वाले हूँ. ചെയ്യിപ്പിക്കുന്നവനായ ബാബയുടെ ആധാരത്തിൽ ഞാൻ നിമിത്തമായി ചെയ്യുന്ന ആത്മാവാണ്. മേ കരൻഹാർ വോ കരാവൻഹാർ. ഞാൻ ആത്മാ, ചെയ്യുന്നവനും ശിവബാബ ചെയ്യിപ്പിക്കുന്നവനുമാണ്. വോ ചലാ രഹാ ഹേ, മേ ചൽ രഹാ ഹൂം. ശിവബാബയാണ് എന്നെ നടത്തിക്കുന്നത്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. हर डायरेक्शन पर मुझ रूह के लिए संकल्प, बोल और कर्म में सदा हजूर हासिर है. हर डायरेक्शन पर मुझ रूह के लिए, ഓരോ ഡയറക്ഷനിലും ആത്മാവാകുന്ന എനിക്ക് വേണ്ടിയിട്ട് സങ്കല്പം, വാക്ക്, കർമ്മം സദാ ഹസിർ ഹാസിർ है. इसलिए हजूर के आगे सदा मुझ रूह के जी हाजूर है. ഏത് സമയത്തും ബാബ വിളിച്ചാൽ തയ്യാറാണ്, വരാൻ തയ്യാറാണ്, കൂട്ടുതരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവും ബാബ എന്തു പറഞ്ഞു ബാബയുടെ മുന്നിൽ ഹാൻ ചെയ്യണം. സദാ ഇസി കമ്പൈൻഡ് രൂപ മേ രഹോ. സദാ ഈ കമ്പൈൻഡ് രൂപത്തിൽ ഇരിക്കും. ബാബ ഏത് സമയത്തും ഹാജരാണ് വരാൻ. ഏത് രൂപത്തിൽ ആവശ്യമുണ്ട് ആ രൂപത്തിൽ ബാബ നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? സദാ തയ്യാറായിരിക്കണം.
ചെയ്യിപ്പിക്കുന്ന ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ബാബയുടെ കാര്യത്തിൽ ഏത് സമയത്തും ഡയറക്ഷൻ കിട്ടിയാൽ നമ്മൾ തയ്യാറായിരിക്കണം. ബാബ നമ്മുടെ ഡയറക്ഷൻ കാത്തിരിക്കുകയാണ്. ബാബ കുട്ടികൾ എപ്പോഴാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നത്, അതും കാത്തിരിക്കുകയാണ്. അപ്പം നമ്മളും അതേപോലെ തന്നെ ബാബ എന്തു പറയുന്നു അത് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം, റെഡി ആയിരിക്കണം. സദാ ഈ കമ്പൈൻഡ് രൂപത്തിൽ ഇരിക്കൂ. മായ തബ് ആത്തി ഹേ ജബ് അഖേലെ ഹോത്തി ഹേ. ഇനി ബാബ പറയണം, മായ വരുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ ഒറ്റയ്ക്കിരിക്കുന്നത്. वो पहले बाप से ही किनारा कराती है. ബാബ പറയാണ്, മായ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ബാബയിൽ നിന്നും വേർപെടുത്താനായിട്ട് ശ്രമിക്കും. ടാക്കൂബി അക്കേല കർക്കെ ഫിർ വാർ കർത്തെ ഹെ. കള്ളനും അങ്ങനെയല്ലേ, കൊള്ളക്കാരന്മാരൊക്കെ ആദ്യം എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ നിന്നും വേർപെടുത്താനായിട്ട് നോക്കും. ഇരയെ ഒറ്റയ്ക്ക് കിട്ടാനായിട്ട് തരം നോക്കി ശത്രു എന്ത് ചെയ്യാൻ നോക്കും? ഒറ്റയ്ക്കാക്കാനായിട്ട് ശ്രമിക്കും. ഒറ്റപ്പെടുത്തിയതിന് ശേഷമാണ് ആക്രമിക്കുക. ഇസ്ലിയെ സദാ കമ്പൈൻഡ് രഹോ. അതേപോലെ ഇവിടെയും നമ്മൾ സദാ കമ്പൈൻഡ് ആയിട്ടിരിക്കുക. ഒരിക്കലും ഒറ്റയ്ക്കാകരുത്. ബാബയെ ബുദ്ധി കൊണ്ട് വിടരുത്. വിട്ടു അർത്ഥം അവിടെ ഒറ്റയ്ക്കായി. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് കയറും? മായ പ്രവേശിക്കും. നമ്മൾ അല്പസമയത്തേക്ക് നമ്മൾ മായയെ നമ്മളിൽ നിന്ന് വേർപ്പെടുത്തി കഴിഞ്ഞാൽ, മറന്നു കഴിഞ്ഞാൽ, പിന്നെ മായയായിരിക്കും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക. കാരണം മായ നമ്മളെ സദാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇവരുടെ ബുദ്ധി ഫ്രീ ആകുന്നത്? ബാബയില്ലാത്ത സമയം നോക്കിയിരിക്കുകയാണ്. മേ ഔർ മേരാ ബാബ ഇസി സ്മൃതി മേ കമ്പൈൻ രഹോ. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡ് ആയിട്ടിരിക്കൂ. അപ്പോൾ മായ ജീത്താകും. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡ് ആയിരിക്കൂ. അപ്പോൾ മായ ജീത്താകും. മായയ്ക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കരുത്. സദാ ബുദ്ധിയിൽ എപ്പോഴും ബാബയെ കൂടെ വയ്ക്കാൻ ശ്രമിക്കണം. ബാബയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ മായ ആക്രമിക്കാൻ വരും, മനസ്സിലും ബുദ്ധിയിലും പ്രവേശിക്കും, പല വ്യർത്ഥ ചിന്തകൾ വരും. जितना जितना याद में रहेंगे उतना अनुभव करेंगे कि मैं अकेला नहीं, लेकिन बाप दादा सदा साथ है. എത്രത്തോളം നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുവോ അത്രയ്ക്കും തന്നെ നമുക്ക് അനുഭവം ഉണ്ടാകും, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ബാബയുടെ കൂടെയാണ്, സദാ എൻ്റെ കൂടെ ബാബയുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. कोई भी समस्या सामने आए तो सदा स्मृति में रहे कि मैं कंबाइंड हूँ, तो घबराएंगे नहीं. എന്ത് പ്രശ്നം വന്നാലും സദാ ഓർമ്മിക്കൂ, ഞാൻ കമ്പൈൻഡ് ആണ്. ആരുമായി? ബാബയുമായി. എൻ്റെ കൂടെ സദാ ബാബയുണ്ട്. അപ്പോൾ ഒരിക്കലും ഭയമുണ്ടാവില്ല. കമ്പൈൻഡ് രൂപിക്ക് സ്മൃതി സേ कोई भी मुश्किल कार्य सहज हो जाएगा. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ ഏതൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും സഹജമാകും. अपने सब बोझ बाबा के ऊपर रख സ്വയം ഹൽക്കെ ഹോ ജാവോ. തൻ്റെ എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് കൊടുത്ത് സദാ ഫ്രീ ആകൂ. तो सदा अपने को कुछ नसीब അനുഭവ് കരേങ്കെ. അങ്ങനെയാണെങ്കിൽ
സ്വയം സന്തോഷം അനുഭവിക്കും, സ്വയം ഭാഗ്യശാലിയാണെന്നുള്ള അനുഭവം ഉണ്ടാകും. ഫരിസ്തേ के സമാൻ നാച്ചത്തെ रहेंगे, മാലാഖിയെ പോലെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ബാബയെ കൂടെ വയ്ക്കണം. സർവഭാരങ്ങളും ബാബയ്ക്ക് കൊടുക്കണം. സർവഭാരങ്ങളും ബാബയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവഭാരങ്ങൾ ബാബയ്ക്ക് കൊടുത്ത് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വരരുത്. ഫ്രീ ആയിരുന്നുകൊണ്ട് കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കണം. എന്ത് കാര്യവും ഫ്രീ ആയിരുന്നുകൊണ്ട് നോക്കണം. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ബാബയാണ്. ഇത് എൻ്റെ അല്ല, ഇത് ഈശ്വരൻ്റെ കാര്യമാണ്. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാകുമ്പോൾ ബുദ്ധി ഫ്രീ ആകും. സദാ സ്വയം ഭാഗ്യശാലിയാണെന്ന് അനുഭവിക്കാനായി സാധിക്കും. കാരണം ഓരോ കാര്യത്തിലും ബാബയുടേതാണ് എന്ന് നമ്മൾ ബാബയ്ക്ക് വിട്ടുകൊടുത്ത് ഫ്രീ ആയിട്ടിരുന്നാൽ ബാബ അപ്പോഴേ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയുള്ളൂ, അല്ലെങ്കിൽ ഇടപെടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്തിട്ട് ഭാരവും ചുമന്ന് ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. സംഗമയുഗ് ഹേ ഹി കമ്പൈൻഡ് രഹനെ കാ യുഗ് ഹെ. സംഗമയുഗം കമ്പൈൻഡ് ആയിരിക്കാനുള്ള യുഗമാണ്, കൂടെ ഇരിക്കാനുള്ള യുഗമാണ്. ബാബ് സെ അക്കേലെ ഹോ നഹീ സക്തേ. ബാബയിൽ നിന്നും ഒരിക്കലും വേർപെടാൻ കഴിയില്ല. സദാ കമ്പൈൻഡ് ആയിരിക്കാനുള്ള യുഗമാണ് സംഗം യുഗം. സദാ കെ സാത്തി ഹോ. സദാകാലത്തെ കൂട്ടുകാരനാണ് ബാബ. സദാ ബാബാ കെ സാത്ത് രഹന. നമ്മളെപ്പോഴും ബാബയുടെ കൂടെ ഇരിക്കണം. അർത്ഥം സദാ സന്തുഷ്ട രഹന. ബാബയുടെ കൂടെ ഇരിക്കുക അർത്ഥം എന്താണ്? സദാ സന്തുഷ്ടമായിരിക്കുക, സംതൃപ്തമായിരിക്കുക, തൃപ്തിയോടുകൂടി ഇരിക്കുക. ബാബ് ഔർ ആപ് സദാ കമ്പൈൻഡ് ഹേ തോ കമ്പൈൻഡ് की ശക്തി बहुत बड़ी है. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒരാളും കൂടി ചേർന്ന് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ കൂടെ വയ്ക്കുന്ന ആൾ ആരാണ്? സർവശക്തിവാൻ ബാബ, ഈശ്വരൻ. അപ്പോൾ ഈശ്വരനെ നമ്മൾ എപ്പോഴും കൂടെ വെച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ ആ കമ്പൈൻഡിന്, ആ കൂടിച്ചേരലിന് വളരെയധികം ശക്തിയാണ് ഉള്ളത്. ഏക കാര്യಕ್ಕೆ ബജായെ ഹസാർ കാര്യ കർ സക്തെ ഹോ. ഒരു കാര്യത്തിന് പകരം 1000 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രമല്ല ചെയ്യാം, മറിച്ച് 1000 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ക്യോങ്കി 1000 ഭുജായ് വാല ബാപ് ആപ്കെ സാത്ത് ഹെ. കാരണം എന്താണ്? 1000 കൈകളുള്ള ബാബ നമ്മുടെ കൂടെയുണ്ട്. जैसे शरीर और आत्मा दोनों कंबाइंड होकर कर्म कर रही है, ऐसे कर्म और योग दोनों कंबाइंड हो. എങ്ങനെയാണോ ആത്മാവിന് കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൻ്റെ ആവശ്യമുണ്ട്. ശരീരമില്ലാതെ ഒരിക്കലും ആത്മാവിനെ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അത് മസ്റ്റാണ്. ശരീരം വേണം എന്നുള്ളത് മസ്റ്റാണ്. അതേപോലെ തന്നെ കർമ്മം ചെയ്യുന്ന സമയത്ത് യോഗം കൂടി വേണം. കർമ്മയോഗ അർത്ഥം കമ്പൈൻഡ് സ്ഥിതി, ഈശ്വരൻ്റെ കൂടെ ഇരിക്കുക എന്നതാണ്. കർമ്മ കർത്തേ യാദ് നാ ഭൂലേ. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മ മറക്കരുത്. ഔർ യാദ് മേ രഹതേ കർമ്മ നാ ഭൂലേ. ഓർമ്മയിലിരുന്നിട്ട് കർമ്മവും മറക്കരുത്. രണ്ടും ആവരുത്. ഓർമ്മയിലിരിക്കുന്ന സമയത്ത് ഓർമ്മ മാത്രം, ബാക്കി എല്ലാ കാര്യങ്ങളും മറക്കുക. പിന്നെ കർമ്മം ചെയ്യുന്ന സമയത്ത് ബാബയെ മറക്കുക. ഇത് ഇംബാലൻസിങ് ആണ്, അസന്തുലനമാണ്.
क्योंकि आपका टाइटिल ही है കർമ്മയോഗി. ബാബ പറയുന്നത് കാരണം നമ്മളുടെ ടൈറ്റില് എന്താണ്? കർമ്മയോഗിയാവാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളും ജോലികളും എല്ലാം നമ്മൾ ചെയ്യണം. അല്ലാതെ അതെല്ലാം മറന്ന് സന്യാസിമാരെ പോലെ കാട്ടിൽ പോയിരുന്ന് ചെയ്യുന്ന രാജയോഗം അല്ല അത്. യോഗമല്ല രാജയോഗം. അങ്ങനെയുള്ളൊരു തപസ്സല്ല ഇത്. ഈ യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ഈ യോഗത്തിലൂടെയാണ് സ്വർഗം പണിയുന്നത്. സ്വർഗത്തിൽ അവിടെ സ്വർഗം എന്ന് പറയുന്നത് സന്യാസിമാരുടെ ലോകമല്ലല്ലോ, ദേവി ദേവതകളുടെ ലോകം. ദേവി ദേവതകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഗൃഹസ്ഥരാണ്. അവിടെ എല്ലാവരും ഫ്രീ ആണ്, സ്വതന്ത്രരാണ്. അങ്ങനെയുള്ളൊരു ലോകം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ ലോകത്തിൽ ദേവി ദേവതകളാകുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. ആ ഒരു സംസ്കാരം ഇവിടെ ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിനെ ബാബയെ ഓർമ്മിച്ചാലേ നമുക്ക് ഫ്രീ ആയിട്ട് ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ബാബയുമായി കമ്പൈൻഡ് ആയിരുന്നു കൊണ്ട് കർമ്മം ചെയ്യണം. ക്യോങ്കി ആപ്കാ ടൈറ്റിൽ ഹേ ഹി കർമ്മയോഗി. നമ്മുടെ ടൈറ്റിൽ എന്താണ്? കർമ്മയോഗി. कर्म करते याद में रहने वाले सदा न्यारे और प्यारे होंगे, हल्के होंगे. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മയിലിരിക്കുന്നവർ സദാ വേറിട്ടിരിക്കും. ഒന്നിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. എന്നാൽ പ്രിയപ്പെട്ടവരായിരിക്കും. ഹൽക്കെ ഹോങ്കി, ഫ്രീ ആയിരിക്കും, ലൈറ്റ് ആയിരിക്കും. अगर चलते चलते कभी असफलता या मुश्किल का अनुभव होता है, ബാബ പറയാണ്, അഥവാ ബ്രാഹ്മണ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും പോകെ അസഫലത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? കേവലം സേവകരായി മാത്രം മാറുന്നു. ഖുദായി ഖിദ്മത്കാർ നഹീ ഹോത്താ ഹൈ. ഈശ്വരീയ സേവകരാകുന്നില്ല. അതാണ് കാരണം. ഈശ്വരീയ സേവകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനോടൊപ്പം സേവ ചെയ്യുക, ബുദ്ധിയിൽ ഈശ്വരനെ വെക്കുക. ഖുദാ കോ ഖിദ്മത് സേ ജുദാ നഹീ ഹോക്കരെ. ബാബ പറയാണ്, സേവനത്തിൽ നിന്നും ഒരിക്കലും ഖുദാവിനെ മാറ്റി നിർത്തരുത്, വേർപ്പെടുത്തരുത്. जब नाम है खुदाई खिदमतकार, പേരെന്താണ്? ഈശ്വരീയ സേവകർ. तो कंबाइंड को अलग क्यों करते हो? ബാബ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കമ്പൈൻഡ് ആയിരിക്കുന്നതിനെ, ഖുദായി ഖിദ്മത്കാർ, ഈശ്വരീയ സേവകർ എന്നതിനെ നിങ്ങൾ വേർപ്പെടുത്താൻ നോക്കുന്നത്, സേവകൻ എന്നുള്ള രീതിയിലേക്ക് ആക്കുന്നത്? സദാ അപ്ന നാം യാദ് രഖോ. സദാ ഞാൻ ആരാണ്, എൻ്റെ സ്വമാനം എന്താണ്, എൻ്റെ ടൈറ്റിൽ എന്താണ്, അത് ഓർമ്മിക്കൂ. ഞാൻ ഈശ്വരീയ സേവകനാണ്. തോ സേവാ മേ സ്വതവേ ഹി ഖുദായി ജാദു ബർ ജായിക. അപ്പോൾ സേവനത്തിൽ സ്വതവേ തന്നെ ഈശ്വരൻ്റെ അത്ഭുതം നിറയും. ഈശ്വരീയ സേവകനാണെന്നുള്ള ടൈറ്റിലിൽ ഈശ്വരനെ കൂടെ വെച്ച് സേവനം ചെയ്തു കഴിഞ്ഞാൽ, കുടുംബ സേവനമാണെങ്കിലും അലൗകികമായ ഈശ്വരീയ സേവനമാണെങ്കിലും ഏത് കാര്യവും, ബാബയുടെ വീട്ടിലെ കാര്യമായിക്കോട്ടെ, പിന്നെ ലൗകിക കാര്യമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, അവിടെയെല്ലാം ഖുദായി ഖിദ്മത്കാരായി, ഈശ്വരീയ സേവകരായി ഈശ്വരനെ കൂടെ വെച്ച് ചെയ്യുമ്പോൾ ഈശ്വരൻ അവിടെ മാജിക് കാണിക്കും. सेवा के क्षेत्र में जो भिन्न भिन्न प्रकार के स्वप्रति व सेवा के प्रति विघ्न आता है. സേവനത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യത്യസ്ത പ്രകാരത്തിലുള്ള സ്വയത്തെ പ്രതിയും സേവനത്തെ പ്രതിയും വിഘ്നങ്ങൾ വരും. उसका भी कारण सिर्फ यही होता है जो स्वयं को सिर्फ सेवादारी समझते हो. സേവനം ചെയ്യുന്നിടത്തും വിഘ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ബാബ പറയാണ്,
സ്വയത്തെ കേവലം സേവാധാരിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈശ്വരി സേവാധാരിയാണ്. ഇതാണ് വേണ്ടത്. സിർഫ് സർവീസ് പർ നഹീ ലേക്കിൻ ഗോഡ്ലി സർവീസ് പർ ഹും. കേവലം സേവനം ചെയ്യുന്നവരല്ല, ഗോഡ്ലി സേവനമാണ് ചെയ്യുന്നത്, ഈശ്വരീ സേവനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരീയ സേവകനാണ്. इसी स्मृति से याद और सेवा स्वतः ही कंबाइंड हो जाता है. ഈ സ്മൃതിയിലൂടെ, ഈ ഓർമ്മയിലൂടെ ബാബ പറയാണ്, ഓർമ്മയും സേവനവും സ്വതവേ തന്നെ കമ്പൈൻഡ് ആകും. ഈ സമാനം നമ്മൾ ഓർമ്മിച്ചാൽ, നമ്മുടെ ടൈറ്റിൽ നമ്മൾ ഓർമ്മിച്ചാൽ, അവിടെ ഓർമ്മയും സേവനവും സ്വതവേ കമ്പൈൻഡ് ആകും. ജയ്സേ ശിവശക്തി കമ്പൈൻഡ് രൂപവും. എങ്ങനെയാണോ ശിവശക്തി അർദ്ധനാരീശ്വര രൂപത്തിൽ ശിവനെയും ശക്തിയെയും ഒരുമിച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഐസേ പാണ്ഡവപതി ഔർ പാണ്ഡവ് ഏ സദാക്ക കമ്പൈൻഡ് രൂപ ഹെ. അതേപോലെ തന്നെ പാണ്ഡവപതി ആരാണ്? ഭക്തിമാർഗത്തിൽ കൃഷ്ണനെയാണ് കാണിക്കുന്നത്. അർജുനനെയും കൃഷ്ണനെ ഒരുമിച്ച് കാണിക്കുന്നു, പാണ്ഡവരെയും കൃഷ്ണനെ ഒരുമിച്ച് കാണിക്കുന്നു. എപ്പോഴും ഏത് സമയത്തും പാണ്ഡവരുടെ രക്ഷയ്ക്ക് ആരുണ്ടാകും? കൃഷ്ണൻ ഉണ്ടാകും എന്ന് പറയുന്നു. വാസ്തവത്തിൽ പാണ്ഡവർ അർത്ഥം ശിവശക്തി, പാണ്ഡവർ. ഇത് രണ്ടും, ശിവശക്തി എന്ന് പറയുമ്പോൾ അവിടെ ദുർഗയും ശങ്കരനെയും ഒരുമിച്ച് കാണിക്കുന്നു. വാസ്തവത്തിൽ ഈ സംഗമയുഗത്തിൽ ബാബ സംഗമയുഗത്തിലെ സ്ത്രീകളെയാണ് ശക്തി സ്വരൂപിണി എന്ന് പറയുന്നത്. ശക്തികളായ അമ്മമാർ, കന്യകമാർ ശിവബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നതിനെയാണ് ശിവശക്തി കമ്പൈൻഡ് രൂപം. ഇനി പാണ്ഡവപതി, ബ്രദേഴ്സിനെയാണ് പാണ്ഡവപതി എന്ന് പറയുന്നത്. പാണ്ഡവരുടെ പതി ആരാണ്? അധിപൻ ആരാണ്? ശിവബാബ. പാണ്ഡവ് ഏ സദാ കമ്പൈൻഡ് രൂപം. പാണ്ഡവപതി പാണ്ഡവം കി സിവായെ കുച്ച് നഹീ കർ സക്താ ഹെ. പാണ്ഡവപതിയായ ബാബയ്ക്ക് പാണ്ഡവരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രദേഴ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ക് ബോൺ ആണ്. സ്ത്രീകളെ ബാബ മുന്നിൽ വെച്ചിരിക്കുന്നു സംഗമയുഗത്തിൽ, പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട്. ബ്രദേഴ്സിനെ ബാക്ക് ബോണാക്കി വെച്ചിരിക്കാം. ഒരു മനുഷ്യന് ബാക്ക് ബോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇരിക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതേപോലെ ബാബ മുന്നിൽ വെച്ചിരിക്കുന്നത് സ്ത്രീകളെയാണെങ്കിലും ബാക്ക് ബോണായി പിന്നിൽ വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെയാണ്. അപ്പോൾ ബാബ പറയണ, ബാബയ്ക്ക് ഒരിക്കലും പാണ്ഡവരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോ ഐസേ കമ്പൈൻഡ് രൂപ മേ സദാ രഹത്തെ ഹെ ഉൻകെ ആകെ ബാപ് ദാദാ സാഖാർ മേ ജൈസേ സബ് സംബന്ധോം സെ സാമനെ ഹോത്താ ഹെ. അതേപോലെ കമ്പൈൻഡ് രൂപത്തിൽ ആരാണോ സദാ ഇരിക്കുന്നത് അവരുടെ മുന്നിൽ ബാപ്ദാദ സാകാരത്തിൽ ജൈസേ സബ് സംബന്ധോം സെ സാമനെ ഹോത്താ ഹെ. ബാബ പറയുന്നത് സാകാരത്തിൽ തന്നെ വന്ന് ബാബ എല്ലാ രീതിയിലും എല്ലാ സംബന്ധങ്ങളിലും വന്ന് മുന്നിൽ വന്ന് നിൽക്കും. അച്ഛനായിട്ട്, ടീച്ചറായിട്ട്, ഗുരുവായിട്ട്, കൂട്ടുകാരനായിട്ട്, പ്രിയതമനായിട്ട്, ഏത് രൂപത്തിലുള്ള സംബന്ധങ്ങളും ബാബ നിറവേറ്റും. ജഹാം ബുലാവോ വഹാം സാഗാർ മേ ഹാസിർ. എവിടെ വിളിച്ചാലും അവിടെ സാകാരത്തിൽ ബാബ ഹാജരായിരിക്കും. ഇസ്ലിയെ കഹത്തെ ഹേ ഹാസിറ ഹസൂർ. സദാ എല്ലായിടത്തും ഉള്ളവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാസിറ ഹസൂർ എന്ന് പറഞ്ഞാൽ വിളിപ്പുറത്ത് വിളിച്ചാൽ മതി അപ്പോൾ വരും, എല്ലായിടത്തുള്ള ആളെന്ന് പറയുന്നത്. പക്ഷേ ബാബ വാസ്തവത്തിൽ നമ്മൾ കുട്ടികളെ എപ്പോൾ വിളിച്ചാലും ഏത് സംബന്ധത്തിൽ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും സഹായിക്കാനായി റെഡിയായി ഇരിക്കുകയാണ്. വരദാദാ ബാപ്പ് ഔർ ഹം വരദാനി ആത്മായും ദോനോ കമ്പൈൻഡ് ഹെ. വരദാതാവായ അച്ഛനും നമ്മൾ വരദാനി ആത്മാക്കളും രണ്ടു കൂട്ടരും കമ്പൈൻഡാണ്. ഏ സ്മൃതി സദാ രഹേ.
ഈ സ്മൃതി എപ്പോഴും ഉണ്ടായിരിക്കണം. തോ പവിത്രതാക്കി ഛത്രഛായ സ്വതവേ രഹേങ്കി. അങ്ങനെയാണെങ്കിൽ പവിത്രതയുടെ കുടക്കീഴ് സ്വതവേ ഉണ്ടാകും. ക്യോങ്കി ജഹാം സർവശക്തിവാൻ ബാബ് ഹെ വഹാം അപവിത്രത സ്വപ്നമേ ഭി നഹി ആ സക്താ ഹെ. എവിടെയാണോ സർവശക്തിവാനായ ബാബയുള്ളത് അവിടെ അപവിത്രതയ്ക്ക് സ്വപ്നത്തിൽ പോലും വരാൻ കഴിയില്ല. മനസ്സിലെ നെഗറ്റീവായ സങ്കല്പങ്ങൾക്ക് വരാൻ കഴിയില്ല. സ്വപ്നത്തിൽ പോലും നെഗറ്റീവായ വിചാരങ്ങൾക്ക് വരാൻ കഴിയില്ല. വികല്പ വിചാരങ്ങൾക്ക് വരാൻ കഴിയില്ല. സദാ ബാബ് ഔർ ആപ് യുഗൾ രൂപമേ രഹോ. ബാബ പറയണ ഞാനും ബാബയും യുഗൾ രൂപത്തിലിരിക്കും. ഹസ്ബൻഡും വൈഫും എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ഇരിക്കും. സിർഫിനെ സിംഗിൾ നെഹി, കേവലം സിംഗിളായിട്ടിരിക്കരുത്, ഒറ്റയ്ക്കിരിക്കരുത്. എൻ്റെ പതി ശിവബാബയാണ്. കാരണം നമ്മളെല്ലാവരും ആത്മാക്കൾ ബാബയുടെ പ്രിയതമകളാണ്. പ്രിയതമൻ ഒരേ ഒരു ബാബയാണ്. സിംഗിൾ ഹോ ജാത്തെ ഹേ തോ പവിത്രത കാ സുഹാഗ് ചലാ ജാത്ത ഹെ. ബാബ പറയണ ഇവിടെ നമ്മൾ പവിത്രമായിട്ട് സിംഗിളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പവിത്രതയുടെ സുമംഗലിത്വം പോകും, അപവിത്രമായി മാറും. ബാബയെ അവിടെ ബാബയുമായിട്ടുള്ള കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധമായ സുമംഗലി എന്ന് പറയില്ല. പവിത്രമായ സുമംഗലി ആകുന്നത് എപ്പോഴാണ്? സദാ ബാബയെ കൂടെ വയ്ക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അപവിത്രമായ വേറെ ചിന്തകൾ സ്വപ്നത്തിലും സങ്കല്പത്തിലൊക്കെ വരും. അതുകൊണ്ട് ബാബ പറയണ എപ്പോഴും ഞാൻ യുഗളാണ്, ശിവബാബയുടെ പത്നിയാണ്, പ്രിയതമയാണ്. ശിവബാബ എൻ്റെ പ്രിയതമനാണ്. ഈ സ്മൃതിയിൽ എപ്പോഴും കമ്പൈൻഡ് ആയിരിക്കണം. നോളേജ്ഫുൾ കെ സാത്ത് സാത്ത് പവർഫുൾ സ്റ്റേജ് പർ രഹോ. എല്ലാവരും ജ്ഞാനസാഗരന്മാരാണ്, മാസ്റ്റർ ജ്ഞാനസാഗരന്മാരാണ്. നിറയെ ജ്ഞാനമുണ്ട്. അതിനോടൊപ്പം തന്നെ പവർഫുൾ സ്റ്റേജിലിരിക്കും, ശക്തിശാലി സ്ഥിതിയിലിരിക്കും. नॉलेजफुल और पावरफुल ये दोनों स्टेज कंबाइंड हो तब स्थापना का कार्य तीव्र गति से होगा. നോളേജ്ഫുള്ളും പവർഫുള്ളും ഈ രണ്ട് സ്റ്റേജും കമ്പൈൻഡ് ആയിരിക്കുകയാണെങ്കിൽ സ്ഥാപനയുടെ കാര്യം ഫാസ്റ്റ് ആകും. ജ്ഞാനവും വേണം, അതുപോലെ ശക്തിയും വേണം. ജ്ഞാനം എന്ന് പറയുന്നത് പരിചയമാണ്. ശത്രു വെട്ടുന്ന സമയത്ത് പരിചയ കൊണ്ടാണ് തടുക്കുന്നത്. അതേപോലെ ജീവിത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ജ്ഞാനം കൊണ്ട് അതിനെ മനസ്സിലാക്കി മനസ്സിൻ്റെ ഇളക്കത്തിനെ തടഞ്ഞു നിർത്തണം. പിന്നെ യോഗസ്ഥിതി, അതിലൂടെ ആത്മാ പവർഫുള്ളാകും. അത് വാളാണ്. യോഗം എന്ന് പറയുന്നത് വാളാണ്, ജ്ഞാനം എന്ന് പറയുന്നത് പരിചയമാണ്. അതുകൊണ്ട് ബാബ പറയാണ് नॉलेजफुल के साथ साथ पावरफुल स्टेज पर रहो. नॉलेजफुल और पावरफुल ये दोनों स्टेज कंबाइंड हो तब स्थापना का कार्य तीव्र गति से होगा. നോളേജ്ഫുള്ളിനോടൊപ്പം തന്നെ പവർഫുൾ സ്റ്റേജും കമ്പൈൻഡ് ആയിരുന്നു കഴിഞ്ഞാലേ സ്ഥാപനയുടെ കാര്യം വളരെ ഫാസ്റ്റ് ആകുകയുള്ളൂ. आपके शिव शक्ति के कंबाइंड रूप का यादगार सदा पूजा जाता है. നിങ്ങളുടെ ശിവശക്തി കമ്പൈൻ രൂപത്തിൻ്റെ ഓർമ്മചിഹ്നം സദാ പൂജിക്കപ്പെടുന്നു. ശക്തി ശിവസെ അലഗ് നഹി. ശക്തി ഒരിക്കലും ശിവനിൽ നിന്നും വേറിട്ടതല്ല. ശിവശക്തി സെ അലഗ് നഹി ഹെ. ശിവൻ ശക്തിയിൽ നിന്നും വേറിട്ടതല്ല, ശക്തി ശിവനിൽ നിന്നും വേറിട്ടതല്ല. രണ്ടുപേരെയും വേർപ്പെടുത്താൻ പറ്റില്ല. इसलिए कंबाइंड रूप में रहो. അതിനാൽ എപ്പോഴും കമ്പൈൻഡ് ആയിരിക്കൂ. इसी स्वरूप को ही सहज योगी कहा जाता है. എപ്പോഴും കമ്പൈൻഡ് ആയിരിക്കുന്ന ആ ഒരു സ്ഥിതിക്കാണ് പറയുന്നത് സഹജ യോഗി സ്ഥിതി എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടില്ലാതെ ഓർമ്മിക്കുക. योग लगाने वाले नहीं. അല്ലാതെ രാവിലെ എഴുന്നേറ്റു, അമൃതവേള ചെയ്തു, അത് കഴിഞ്ഞ് കർമ്മത്തിലേക്ക് വന്നു, അപ്പോൾ ബാബയെ വിട്ടു, പിന്നെ അതിനുശേഷം മുരളി കേട്ടു, അപ്പോൾ ബാബയെ ഓർമ്മിച്ചു, അത് കഴിഞ്ഞ്
കർമ്മത്തിലേക്ക് വന്നു. അപ്പോൾ ബാബയെ മറന്നു. ട്രാഫിക് കൺട്രോൾ ആകുന്ന സമയത്ത് ഇരുന്ന് ബാബയെ ഓർമ്മിച്ചു. ഇത് യോഗം വയ്ക്കുന്ന യോഗമാണ്, യോഗി ജീവിതമല്ല എന്ന് ബാബ പറയുന്നു. യോഗി ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ ശിവബാബ നമ്മളിൽ നിന്ന് വേർപ്പെടുന്നില്ല. ഏത് സമയത്തും ടൈം ടേബിൾ പ്രകാരം നമുക്ക് ഇന്ന സമയത്ത് ബാബയെ ഓർമ്മിക്കണം. ഒരു ടൈം ടേബിൾ ഇട്ട് തന്നിട്ടുണ്ട്. സന്ധ്യാസമയം യോഗം ചെയ്യണം, കിടക്കുന്നതിന് മുമ്പ് യോഗം ചെയ്യണം, ട്രാഫിക് കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ ഇടവിട്ട് ചെയ്യുന്നത് യോഗം വയ്ക്കുന്ന ജീവിതമാണ്. പക്ഷേ യോഗി ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തരം ഫുൾ ഡേ ബാബയെ കൂടെ വെച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് ബാബ പറയണ സദാ കമ്പൈൻഡ് അർത്ഥം കൂടെ ജീവിക്കുക. जो वायदा है कि साथ रहेंगे, साथ जिएंगे, साथ चलेंगे, वो वायदा पक्का याद रखो. അതുകൊണ്ട് ബാബ പറയണം, നമ്മൾ ബാബയോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ബാബയും നമ്മളോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ബാബ നമ്മളോടൊപ്പമുള്ള കൂട്ട് നിറവേറ്റാൻ തയ്യാറാണ്. പക്ഷെ ആ കൂട്ടിനെ ഉപയോഗിക്കേണ്ട ആൾ നമ്മൾ ഓരോരുത്തരാണ്. നമ്മളാണ് ആ കൂട്ടിനെ നമ്മുടെ കൂടെ വെക്കേണ്ടത്. ആ കൂട്ടുകാരനെ കൂടെ വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മളും ബാബയുടെ ഭക്തി മാർഗത്തിൽ പൂജ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ കൂടെ ഇരിക്കുകയുള്ളൂ, അങ്ങയുടെ കൂടെ ജീവിക്കുകയുള്ളൂ, അങ്ങയുടെ കൂടെ നടക്കുകയുള്ളൂ, ഉറങ്ങുകയുള്ളൂ, എക്സെട്ര എക്സെട്ര. അപ്പോൾ ബാബ പറയണ, ഈ ഭക്തി മാർഗത്തിൽ നിങ്ങൾ ചെയ്ത ആ വാക്ക് പ്രതിജ്ഞ ഓർമ്മിക്കൂ. स्वयं को बाबा के साथ कंबाइंड समझने से विनाशी साथी बनाने का संकल्प समाप्त हो जाएगा. സ്വയം ബാബയുടെ കൂടെ കമ്പൈൻഡ് ആയിട്ടിരിക്കുകയാണ്, ഞാൻ സദാ കമ്പൈൻഡ് ആണ്, ആരാണോ അങ്ങനെ ദൃഢപ്രതിജ്ഞ എടുത്ത് നിരന്തരം ബാബയുടെ കൂടെ ജീവിക്കുന്നത്, അങ്ങനെയുള്ളവർക്കൊരു വിനാശി കൂട്ടുകാരനെ വേണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. എനിക്ക് സാകാരത്തിൽ ആരെങ്കിലും വേണം എന്നുള്ള ഒരു കൂട്ട് വേണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാനുമായിട്ട് ഒരാൾ വേണം, അങ്ങനൊരു സങ്കല്പം വരില്ല. ബാബ പറയണ സങ്കല്പ സമാപ്ത ഹോ ജായേഗ ക്യോങ്കി സർവശക്തിവാൻ സാത്തി ഹേ. കാരണം എന്താണ്? നമ്മുടെ കൂട്ടുകാരൻ, നമുക്ക് കൂട്ടു തരുന്ന ആള് ചില്ലറക്കാരനൊന്നുമല്ല. ആരാണ്? സർവശക്തിവാനാണ്. ജൈസേ സൂര്യക്ക് ആകെ അന്ധകാർ ടെഹർ നഹി സക്താ ഹൈ. എങ്ങനെയാണ് സൂര്യന് മുന്നിൽ അന്ധകാരത്തിന് നിൽക്കാൻ സാധിക്കാത്തത്, അതേപോലെ തന്നെ സർവശക്തിവാന്റെ മുന്നിൽ മായയ്ക്കും, അതായത് വ്യർത്ഥ സങ്കല്പത്തിനും നിൽക്കാൻ സാധിക്കില്ല. करण करावनहार इस शब्द में सदा और बच्चे दोनों कंबाइंड है. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ഈ ശബ്ദത്തിൽ ബാബയും കുട്ടികളും രണ്ടുപേരും കമ്പൈൻഡാണ്. കരൺ കരാവൻഹാർ, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനാണ്. ഈ ഒരു ടൈറ്റിലിൽ, ഈ ഒരു വാക്കിൽ അച്ഛനും മക്കളും കൂടെയുണ്ട്. സാത്ത് ഹാത്ത് ബച്ചോं का और काम बाप का. കൈകൾ മക്കളുടെയാണ്, പക്ഷെ കർത്തവ്യം ബാബയുടേതാണ്. हाथ बढ़ाने का गोल्डन चांस बच्चों को ही मिलता है. കൈ നീട്ടാനുള്ള ഗോൾഡൻ ചാൻസ് കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ സഹയോഗം കൊടുക്കാനുള്ള, ഈശ്വരൻ്റെ സഹയോഗം കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈശ്വരനോടൊപ്പം പാർട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈശ്വരനോടൊപ്പം പാർട്ട് അഭിനയിക്കാർത്ഥം ഈശ്വരൻ്റെ കാര്യത്തിൽ തൻ മൻ ധൻ ഈ വിധത്തിലെല്ലാം സഹയോഗം ചെയ്യാം. निमित्त बनाए चला रहा है, यही आवाज सदा मन से निकलता है. ബാബ നമ്മളെ നിമിത്തമാക്കി എല്ലാ കാര്യങ്ങളും നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം ഞാനൊരു നിമിത്തം മാത്രമാണ്. ഈ സ്മൃതിയിൽ മുന്നോട്ട് പോകണം. ഈ ആവാസ് സദാ മനസ്സേ, ബാബറിന് ഈ ഒരു ശബ്ദം മനസ്സിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഞാനൊരു നിമിത്തം മാത്രമാണ്,
ബാബ എന്നെ നിമിത്തമാക്കി വെച്ച് എല്ലാ കാര്യങ്ങളും ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ബാബ പറയുന്നു, ഞാൻ ചെയ്യുന്നു. बाप दादा सदा बच्चों को हर कर्म में करावनहार के रूप में साथी है. ബാപ് ദാദ സദാ കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും ചെയ്യിപ്പിക്കുന്നവൻ്റെ രൂപത്തിൽ കൂട്ടായിട്ട് എന്നും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കൂട്ടിനെ ഉപയോഗിക്കുക. जैसे ब्रह्मा बाप और दादा कंबाइंड है, उनको कोई अलग नहीं कर सकता है. എങ്ങനെയാണോ ബ്രഹ്മ ബാബയും അതേപോലെ തന്നെ ശിവബാബയും കമ്പൈൻഡ് ആയിരിക്കുന്നത്, ബ്രഹ്മ ബാബയുടെ ശരീരത്തിൽ ശിവബാബ വന്ന് ഇരിക്കുന്നത്, ബാബയും ആർക്കും ഈ രണ്ടുപേരെയും ആർക്കും വേർപ്പെടുത്താൻ കഴിയില്ല. ऐसे फॉलो फादर करने वाले श्रेष्ठ ब्राह्मण और बाप കമ്പൈൻഡ് है. അതേപോലെ അനുകരിക്കുന്ന ബ്രഹ്മാവിനെ അനുകരിക്കുന്ന നമ്മൾ ശ്രേഷ്ഠ ബ്രാഹ്മണരും ബാബയും കമ്പൈൻഡ് രൂപത്തിലാണ്. ഞാനും ബാബയും കമ്പൈൻഡ് ആയിട്ടാണ്. ജബ് തക് സംഗം യുഗ് ഹെ തബ് തക് ബാബ് और ശ്രേഷ്ഠ ആത്മായും സദാ സാത്ത് ഹെ. ഏതുവരെ സംഗമയുഗം ഉണ്ടോ അതുവരയ്ക്കും ഞാനും ശ്രേഷ്ഠ ആത്മാവായ ഞാനും ബാബയും സദാ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇരിക്കുക. ഇസ്ലിയെ ഇസ് കമ്പൈൻഡ് രൂപ കോ കബി നഹി ഭൂൽനാ ഹൈ. അതുകൊണ്ട് ഈ കമ്പൈൻഡ് രൂപത്തെ ഒരിക്കലും മറക്കരുത്. ജിतना शक्तियों की शक्ति है उतने ही पांडवों को भी विशाल शक्ति है. എങ്ങനെയാണോ സ്ത്രീകൾ ബാബ മുന്നിൽ വെച്ചിരിക്കുന്ന അമ്മമാരെ കന്യകമാർക്ക് ശക്തിയുണ്ടോ അത്രയും തന്നെ പാണ്ഡവർക്കും ബ്രദേഴ്സിനും വിശാലമായ ശക്തിയാണ് ഉള്ളത്. ഇസ്ലിയെ ചതുർഭുജ രൂപ ദിഖായ ഹെ. അതുകൊണ്ടാണ് ചതുർഭുജ രൂപം കാണിക്കുന്നത്. ഭക്തിമാർഗത്തിലെ വിഷ്ണുവിനെ 4 കൈകൾ കാണിക്കുന്നത്, ചതുർഭുജം കാണിക്കുന്നത്. शक्तियम और पांडव इन दोनों के कंबाइंड रूप से ही विश्व सेवा के कार्य में सफलता प्राप्त होती है. ബാബ പറയുന്ന ശക്തികളും പാണ്ഡവരും ഈ രണ്ടിൻ്റെയും കമ്പൈൻഡ് രൂപത്തിലൂടെ തന്നെയാണ് ബാബ ശക്തികളും പാണ്ഡവരും ബ്രദേഴ്സും അമ്മമാരും കന്യകമാരും 2 പേരെയും വെച്ചിട്ടാണ് കമ്പൈൻഡ് രൂപത്തിലൂടെ വിശ്വത്തിൻ്റെ കാര്യം ബാബ സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ സദാ ഏക് ദോ കോ സഹയോഗി ബൻകർ രഹോ. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സേവന കാര്യത്തിൽ സഹയോഗം കൊടുത്തുകൊണ്ടിരിക്കും. ജിമ്മേവാരി ക താജ് സദാ പഠാ രഹേ. ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം സദാ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാവരും അമ്മമാരും കന്യകമാരും ബ്രദേഴ്സും എല്ലാവരും നിമിത്ത ഭാവത്തിൽ പരസ്പരം സഹയോഗം കൊടുത്ത് പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമായി മാറണം. അങ്ങനെയാകുമ്പോൾ ബാബയും നമ്മുടെ കൂടെ ഓരോ കാര്യത്തിലും ചെയ്യിപ്പിക്കുന്നവനായി നമ്മളെ കൊണ്ട് വലിയ വലിയ മഹാകാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതിനാൽ സദാ കമ്പൈൻഡായി ഇരിക്കണം, ബാബയുടെ കൂടെ ജീവിക്കണം. ഓം ശാന്തി.